ഹലോ കൂട്ടുകാരെ, നമുക്കിന്നൊരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കാം. ചപ്പാത്തിക്ക് പൂരിക്ക് ഒക്കെ പറ്റിയൊരു ഇത്. അപ്പം ഞാൻ സ്റ്റൗ കത്തിച്ച് തവ വെച്ചിട്ടുണ്ട്. ഞാൻ എണ്ണ ഒഴിക്കുവാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. കടുകിടുകയാണ്. അതോടൊപ്പം വറ്റൽമുളക്, കടുക് പൊട്ടി, ഇത് സവാള ഉള്ളി, കറിവേപ്പില, പച്ചമുളക്. ആവശ്യമായ ഉപ്പ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി നല്ല വൃത്തി വഴണ്ടിട്ട് വരട്ടെ. ഞങ്ങളിതിന് മുട്ട റോസ്റ്റ് എന്നും പറയും, മുട്ട മെഴുക്കുവരട്ടി എന്നും പറയും. ഞാനിവിടെ സ്ഥിരം ഇതെടുക്കുന്നതാണ്. നല്ല ചപ്പാത്തിക്കായാലും നമുക്ക് ചോറിനായാലും ഒക്കെ എളുപ്പം എടുക്കാവുന്ന ഒരു ഇതാണ്. ഞാനതാണ് ഇങ്ങനെ സവാള ഉള്ളി അരിഞ്ഞ് വയ്ക്കുന്നത്. നീളത്തിലല്ല, കൊത്തിപ്പൊടി ഇങ്ങനെ അരിഞ്ഞ് വയ്ക്കുന്നത്. ഇട്ടിട്ടുണ്ട്. അതിനകത്തേക്കാണ് ഒരു തക്കാളിക്ക്, വലിയ തക്കാളിക്കായിരുന്നു കേട്ടോ, വലിയ തക്കാളിക്ക് ഇങ്ങനെ അരിഞ്ഞ്. നമ്മുടെ സവാള ഉള്ളിയും തക്കാളിക്ക എല്ലാം നല്ല വൃത്തി വഴണ്ടിട്ടുണ്ട്. ഒത്തിരി വെള്ളം പോലെ അലിയണ്ട. ഇത് ഈ പരുവത്തിലാണ് എടുക്കുന്നത്. ഇതിനകത്ത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി ഉണ്ട്. ലേശം കായപ്പൊടി ഇടും. നമ്മുടെ മുട്ടയുണ്ടല്ലോ, ഞാൻ ഇങ്ങനെ ഇതെടുത്തേക്കുന്നത് ചെറിയ പീസാക്കി എടുത്തേക്കുന്നത്. ഇതിനകത്തൊട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല വൃത്തി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇച്ചിരി തക്കാളി സോസ്, ടൊമാറ്റോ സോസ് ലേശം മതി, ശകലം മതി. ഇത് നല്ല ടേസ്റ്റ് കിട്ടും, കാരണം കുരുമുളക് പൊടിയൊക്കെ ഇട്ടതല്ലേ, അപ്പം നല്ലൊരു ഗുണത്തിന്. ഞങ്ങളിതിന് മുട്ട മെഴുക്കുവരട്ടി എന്ന് പറയാം കേട്ടോ. ചില മുട്ട റോസ്റ്റ് എന്ന് പറയാം, ഒക്കെ എങ്ങനെയാലും കുഴപ്പമൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് ഈ മുട്ട റോസ്റ്റ് അല്ലെങ്കിൽ മുട്ട മെഴുക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. റെഡി ആയിട്ടുണ്ട്.